ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോകാനും ഒരുപാട് ബന്ധങ്ങൾ അകന്നു പോകാനും കാരണമായത് എന്താ അറിയോ? മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ. കേൾക്കുമ്പോൾ ചെറിയൊരു വാക്കാണ്, പക്ഷെ അതിന്റെ ഡെപ്ത് വളരെ വലുതാണ്. എത്ര എത്ര നല്ല നല്ല ബന്ധങ്ങൾ അറിയോ ഇല്ലാണ്ടായി പോയത്, തകർന്ന് തരിപ്പണായത്, കൂട്ടിച്ചേർക്കാൻ പറ്റാതെ പോയ അത്രയും ബന്ധങ്ങൾ നമ്മുടെ ഈ ദുനിയാവിലുണ്ട്. കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു വാക്കാണ്, പക്ഷെ ബന്ധങ്ങളുടെ ഇടയിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിക്കും. അതിപ്പം ഈ ലൈക്ക് എന്താ പറയാ, ഭാര്യയും ഭർത്താവും തന്നെ ആകണം, അല്ലെങ്കിൽ റിലേഷനിലുള്ള ആൾ തന്നെ ആകണമെന്നല്ല. സൗഹൃദങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഒരു 70-80% ആളുകളും ചെയ്യുന്ന വലിയൊരു തെറ്റെന്താ അറിയോ? അടിയുറച്ച് വിശ്വസിക്കുക, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്നും അന്വേഷിക്കില്ല. അത് എന്താണോ കേട്ടത് അത് സത്യമാണ് എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. തെറ്റിദ്ധാരണ സംഭവിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഒരാളെയിൽ ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാല്, അങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. കേട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്ന് അറിയണം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം. സത്യമുണ്ടോ, എത്രത്തോളം സത്യമുണ്ട്, കേട്ടതെല്ലാം ശരിയാണോ, ഇതൊക്കെ നമ്മൾ അറിയണം. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി അത് സത്യമാണെന്ന് വിശ്വസിച്ച് ആ ബന്ധം ഒഴിവാക്കലല്ല. എടാ, നമുക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ചിലപ്പം വളരെ വളരെ ഈസിയാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഒഴിവാക്കാനും വളരെ ഈസിയാവും. പക്ഷെ അതിന്റെ ശേഷം ജീവിക്കാൻ അത്ര ഈസി ആവണമെന്നില്ല. സോ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, അതായത് അപ്പൊ തന്നെ മനസ്സിലാവും ഇതൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ടല്ലോ എനിക്കിന്ന്. സോ ആദ്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. എത്രത്തോളം സത്യമുണ്ട്, കേട്ടതെല്ലാം ശരിയാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുക. എപ്പോഴും ചിന്തിക്കുക, നമുക്ക് ഒഴിവാക്കി പോകാനൊക്കെ വളരെ ഈസിയാണ് ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ. നമുക്ക് പെട്ടെന്ന് ഞാൻ എല്ലാം അറിഞ്ഞു, ഞാൻ അങ്ങനെ എന്നൊക്കെ പറയാം, നമുക്ക് ഒഴിവാക്കി പോകാൻ വളരെ വളരെ ഈസിയാണ്. ആ സമയത്ത് നമ്മുടെ കൂടെ കുറേ പേര് ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ, പക്ഷെ അത് കഴിഞ്ഞാലടാ ജീവിക്കേണ്ടത് നമ്മളാണ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന വേദന ലൈഫ് ലോങ് ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും. ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ നമ്മൾ നല്ലൊരു ബന്ധമാവും ചിലപ്പം ഒഴിവാക്കാൻ പോകുന്നത്. ആ ഒഴിവാക്കിയ സമയത്ത് കൂടെ ഉണ്ടായ ആരും പിന്നെ നമ്മളെ ലൈഫിൽ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ആരെയാണോ ഒഴിവാക്കിയത് അയാളെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ചിലപ്പം നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. തെറ്റിദ്ധാരണ സംഭവിക്കില്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷെ അടിയുറച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യങ്ങളുണ്ടോ, കേട്ടത് ശരിയാണോ എന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഇല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചാവും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. നമ്മളുമായിട്ട് കണക്റ്റ് ആയ ആളുകളാകാം, നമ്മൾ വാല്യൂ ചെയ്യുന്ന ആളുകളാകാം. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് വിശ്വസിച്ചിട്ട് ആളെ ഒഴിവാക്കുന്നതാണോ ശരി? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അയാൾ അത്രയും വാല്യൂ ചെയ്തത്? മറ്റാരോ പറഞ്ഞൊരു കാര്യം കേൾക്കുമ്പോഴത്തേനും നമ്മൾ ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അയാളുമായിട്ട് കണക്റ്റായി? സോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അന്വേഷിക്കുക, സത്യങ്ങളുണ്ടോ, ശരികളുണ്ടോ, എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കാൻ പറ്റുന്നതാണോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണത്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്ന്. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. എല്ലാ തെറ്റുകളും ക്ഷമിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. ബട്ട് ഞാനതൊരിക്കലും അതിനെ എഗ്രി ചെയ്യുന്നില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളും ഉണ്ട്. സാഹചര്യങ്ങൾ അനുസരിച്ചും മനുഷ്യന്റെ ഒരു സ്വഭാവം അനുസരിച്ചും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നു, എല്ലാ തെറ്റുകളും ക്ഷമിക്കരുത്. ലൈക്ക് ഞാൻ എൻ്റെ ഒരു കേസ് പറയുന്നത്, ഞാൻ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരാളല്ല. പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ട്. സോ അങ്ങനെയുള്ള ഒന്നാണോ എന്നുകൂടി നമ്മൾ അറിയാം. അതുപോലെ തന്നെ ആ ഒരു കാര്യം സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം തുറന്ന് സംസാരിച്ചിട്ട് അവരുടെ ഭാഗം കൂടെ കേൾക്കുക. ലൈക്ക് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പൊ 2 പേര്, ഒരാൾ ഒരു റോഡിന്റെ ഒരു സൈഡിലും ഒരാൾ മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ നടുവിൽ 6 എന്ന നമ്പർ എഴുതി കഴിഞ്ഞാൽ ഒരാൾക്കത് 6 എന്നാണ് വായിക്കുക, പക്ഷെ മറ്റേ ആൾക്കത് 9 എന്നാണ് വായിക്കുക. അതുപോലെ തന്നെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ആ സൈഡ് മാത്രമാണ് ശരി എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ്
അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താണ് പറയാനുള്ളത്, അത് അറ്റ്ലീസ്റ്റ് കേൾക്കാനൊരു മനസ്സ് കാണിക്കണം. എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനൊരു മനസ്സ് കാണിക്കണം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് അയാൾ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് അയാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അയാളെ കേൾക്കണമെന്നും ഞാൻ പറയുന്നില്ല. ആ കാര്യത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം, അതായത് ഒരു പാച്ചപ്പിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കാൻ പറ്റുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, എത്രത്തോളം സത്യമുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ കേട്ടതെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായി നമ്മൾ അന്വേഷിക്കണം. കാരണം അടിയുറച്ച് വിശ്വസിച്ച് ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂട്ടിച്ചേർക്കാൻ പറ്റണമെന്നില്ല. ഒഴിവാക്കുന്നതിന് മുൻപ്, അതിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുൻപ് അതെന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം എന്ന് അറിയാൻ ഒരു തവണയെങ്കിലും ശ്രമിക്കുക. കാരണം അത് നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്കൊരു റിഗ്രറ്റ് വരും. അന്നൊന്ന് അന്വേഷിക്കാമായിരുന്നു, ഒന്ന് സംസാരിക്കാമായിരുന്നു. പല ആളുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ അന്ന് സംഭവിച്ചിട്ടുള്ളൂ, സംസാരിച്ചില്ല, പോയി. ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട്, സംസാരിച്ച് ക്ലിയർ ആക്കാൻ പറ്റുമോ, ക്ഷമിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്യുന്നത്. അതോ കേട്ട പാതി കേൾക്കാത്ത പാതി ഓക്കെ മതി, ഈ ബന്ധം കഴിഞ്ഞു, അവസാനിച്ചു, ഇനി അടുത്ത ബന്ധം എന്ന് ചിന്തിക്കുന്നതാണോ വേണ്ടത്? പിന്നെ തെറ്റുകൾ മനുഷ്യ സഹജമാണ്. മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തെറ്റ്, അറിയാതെ പറ്റുന്നത് അബദ്ധം. ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, ആദ്യം മനസ്സിലാക്കണം. സോ ഈ തെറ്റുകൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ വരെ എന്തുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നതുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്തതുണ്ട്. അപ്പം സ്വയം ഒന്ന് ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അത് സത്യമാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിലും ആണോ? ഒന്ന് സ്വയം ആലോചിക്കാം. സ്വന്തമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഇത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ ഈസിയാണ്, ബന്ധങ്ങൾ മുറിച്ചു മാറ്റാനും വളരെ ഈസിയാണ്. അത് കഴിഞ്ഞുള്ള ജീവിതം ചിലപ്പോൾ നമ്മൾ മാത്രം ജീവിക്കേണ്ടത്. നമ്മുടെ കൂടെ ആ സമയത്തുണ്ടായ ആരും പിന്നീട് നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ പറയാൻ 100 ആളുകൾ ഉണ്ടാവും. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനത്തിൽ ജീവിക്കേണ്ടത് നമ്മളാണ്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനി ആലോചിക്കുക, തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ സംസാരിക്കണ്ടേ, അറിയണ്ടേ സത്യമുണ്ടോന്ന്? നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതുപോലെ ചെയ്യാം.